എൻ്റെ പേര് സീന ഷാജി. ഞാൻ കുറുമ്പനാടത്തു നിന്ന് വരുന്ന. ഞാൻ 2019 ഞാൻ ആദ്യം ഉടപ്പടി എടുത്തത്. അത് അപ്പോൾ തന്നെ നൈസായിട്ട് ഞാൻ അത് ഉഴപ്പിപ്പോയി. പിന്നെ അതേപ്പറ്റി അങ്ങനെ ചിന്തിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്തില്ല. 2024 ആയപ്പോഴത്തേക്കിന് ഞാൻ വീണ്ടും കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ധ്യാനപ്രസംഗങ്ങളും ഒക്കെ കേട്ടുകൊണ്ടൊക്കെ ഇരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ മാതാപിതാക്കൾക്ക് ചില പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിന് ഞാൻ അവർക്ക് വേണ്ടി എൻ്റെ ഉടമ്പടി പുതുക്കണമെന്നുള്ളൊരു ആഗ്രഹം വന്ന് ജൂലൈയിൽ ഞാൻ എൻ്റെ ഉടമ്പടി ആദ്യമായിട്ട് പുതുക്കി. അന്ന് മുതൽ ഞാൻ എൻ്റെ അമ്മയോടും അച്ഛനോടും എൻ്റെ സഹോദരങ്ങളോടൊക്കെ പറയും, നിങ്ങളും എൻ്റെ കൂടെ ഈ ഉടമ്പടി പ്രാർത്ഥനയും അച്ഛൻ്റെ പ്രസംഗങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ കേൾക്കണമെന്ന്. അവർ അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. 2 ആഴ്ചയ്ക്ക് ശേഷം അമ്മയും അച്ഛനും കൊച്ചുമക്കളും ഉണ്ട്. അവർ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിന് ഭയങ്കരമായൊരു സുഗന്ധ അഭിഷേക റോസപ്പൂവിൻ്റെ ഭയങ്കരമായ സുഗന്ധം ആ മുറിയിൽ അനുഭവപ്പെട്ടു. കുഞ്ഞു പിള്ളേർ അവർ ചോദിച്ചു, എന്താ അമ്മച്ചി ഇത്രയും വലിയൊരു മണം വരുന്നത്? അപ്പം അമ്മ പറഞ്ഞു, മാതാവ് നമ്മുടെ കൂടെയുണ്ട്, പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ അവരൊക്കെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് 1 ആഴ്ചയ്ക്ക് ശേഷം അമ്മയ്ക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. അമ്മ 2 വർഷത്തിലേറെയായി ഓക്സിജൻ മെഷീൻ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പം ആ സമയത്ത് ശ്വാസം മുട്ടൽ അനുഭവിച്ചു. ചെക്കപ്പിനായിട്ട് ബ്രദർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് വരുന്ന വഴി അമ്മയുടെ ബോധം മറഞ്ഞു ഭയങ്കരമായി ക്രിട്ടിക്കൽ സ്റ്റേജിലേക്കായി. കാർബൺ ഡൈ ഓക്സൈഡ് അമിതമായിട്ട് കയറി അമ്മയ്ക്ക് ബോധമില്ലാത്ത അവസ്ഥയിൽ പെട്ടെന്ന് അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കയറ്റേണ്ടി വന്നു. അങ്ങനെ മറ്റൊരു പ്രോഗ്രാമുമായിട്ട് ആ സമയത്ത് ഞാനും ആ ഭാഗത്ത് എത്താൻ അമ്മ അനുവദിച്ചു. ആ വരുന്നതിന് മുമ്പ് എനിക്ക് മനസ്സിലൊരു തോന്നലുണ്ടായി, ഞാൻ 1 മണിക്കൂറത്തേക്കിന് അവിടോട്ട് പോയെങ്കിലും ഉടമ്പടി തൈലവും കാശുരൂപവും എടുത്തോണമെന്നുള്ളൊരു പ്രേരണ എനിക്ക് ഭയങ്കരമായിട്ട് കിട്ടിയായിരുന്നു. അത് അവിടെ ചെന്നപ്പോഴത്തേക്കിന് എൻ്റെ ബ്രദർ പറഞ്ഞു, പെട്ടെന്നൊന്ന് ഹോസ്പിറ്റൽ വരെ വരാമോ? ഞാൻ പറഞ്ഞു അപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. എനിക്ക് പക്ഷെ ഭയങ്കരമായൊരു ധൈര്യം ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലം ഉണ്ടല്ലോ. അതുമായിട്ട് ഞാൻ പെട്ടെന്ന് ഞാൻ ചെല്ലുമ്പോഴത്തേക്കിന് ഇവർ പുറത്ത് നിന്ന് കരയുന്നുണ്ട്, ഒന്നും പറയാൻ പറ്റുന്നില്ല. ഞാൻ അകത്തോട്ട് കയറി ചെന്നപ്പോഴത്തേക്കിന് ഡോക്ടർമാരും നഴ്സുമാരും എല്ലാം അമ്മയുടെ 2 സൈഡിലും നിറയെ നിന്നുകൊണ്ട് മാനുവലായിട്ട് ഓക്സിജൻ ട്യൂബ് അകത്തോട്ട് ഇട്ടുകൊണ്ട് ഓക്സിജൻ കൊടുക്കും. ഞാൻ മെഷീനിൽ നോക്കുമ്പോൾ ഒന്നും ഓക്സിജൻ ലെവലൊന്നും കാണുന്നില്ല. അപ്പം ഞാൻ പെട്ടെന്ന് ഈ തൈലം എടുത്ത്, എനിക്ക് കാലിൻ്റെ ഭാഗമാണ് കിട്ടുന്നത്. ഞാൻ കാലിൽ 2ഉം ഉടമ്പടി തൈലം തേക്കുകയും അനങ്ങാതെ കിടന്ന അമ്മയുടെ കാല് 2ഉം പൊക്കി അമ്മ മേലോട്ട് പൊങ്ങുന്നതായിട്ട് കണ്ട. അപ്പം എനിക്ക് മനസ്സിലായി എന്തോ ഒരു ശക്തി ഇതിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന്. വീണ്ടും ഇവരെന്നെ അവിടെ നിൽക്കാൻ സമ്മതിക്കുന്നില്ല. ക്രിട്ടിക്കൽ സ്റ്റേജ് ആയതുകൊണ്ട് ഞാൻ പിന്നെയും പുറത്തോട്ട് വന്നു. വീണ്ടും ഉടമ്പടി തൈലം എടുത്ത് ഒന്നും കൂടെ കാലിൽ പുരട്ടി. അപ്പോഴും ഇതേ സിംറ്റംസ് കാണിക്കുന്നു. അപ്പം എനിക്ക് മനസ്സിലായി അവരവിടെ പറയുന്നുണ്ടായിരുന്നു ഓക്സിജൻ കയറുന്നുണ്ടെന്ന്. അപ്പം ഞാൻ വീണ്ടും പുറകിൽ കൂടെ അമ്മയുടെ തലഭാഗത്തായിട്ട് വന്ന് വീണ്ടും ശിരസിൽ ഉടമ്പടി തൈലം വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് ഇത് പുരട്ടുമ്പോൾ അമ്മ കണ്ണ് തുറന്ന് ഞങ്ങൾ വിളിക്കുമ്പോഴത്തേക്കിന് നോക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ അമ്മ ഇതൊന്നും ബോധത്തോടല്ല. പക്ഷേ എൻ്റെ വിശ്വാസം അവിടെ നിന്ന് എനിക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിച്ചു. പിന്നെ അവർ ICU ആംബുലൻസിൽ അടുത്ത ഹോസ്പിറ്റലിലേക്ക് റെക്കമെൻഡ് ചെയ്തു. അവിടുന്ന് അടുത്ത ഹോസ്പിറ്റലിലോട്ട് വന്നു. അവിടെ ചെക്കപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ലങ്സിൻ്റെ പകുതി ഭാഗവും ഡാമേജാണ്. ഇപ്പം കാർബൺ ഡൈ ഓക്സൈഡ് അമിതമായിട്ട് കയറിയിരിക്കുവാണ്, ഒന്നും പറയാൻ പറ്റത്തില്ല, വെൻറ്റിലേറ്ററിൽ കയറ്റേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവിടെ സ്ഥലം പരിമിതി കൊണ്ട് വീണ്ടും അവരവിടുന്ന് അടുത്ത ഹോസ്പിറ്റലിലേക്ക് റെക്കമെൻഡ് ചെയ്യുക. പക്ഷേ ഈ അടുത്ത ഹോസ്പിറ്റലിലേക്കിട്ട് റെക്കമെൻഡ് ചെയ്തപ്പോൾ ഞങ്ങൾ അസ്വസ്ഥതപ്പെട്ടു. പല പ്രാവശ്യം ഇത്രയും ക്രിട്ടിക്കലായിട്ടുള്ള ആളിനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വെൻറ്റിലേറ്ററിൽ ICU വേണം. അപ്പം 3ാമത്തെ ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് വീണ്ടും അമ്മ ഒരു അവസരം തന്നു. ഉടമ്പടി കാശുരൂപം വെച്ച് അമ്മയുടെ കയ്യിൽ വെച്ചു പ്രാർത്ഥിക്കുവാൻ. അപ്പോൾ എൻ്റെ സഹോദരി ചേച്ചിയായിരുന്നു ആംബുലൻസിലുണ്ടായിരുന്നു. അവളോട് ഞാൻ പറഞ്ഞു കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചോണം, അത്രയും നേരം
അപ്പം അവൾ കാശ്രൂപം വെച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് അവൾക്ക് ജപമാല ചെല്ലാനല്ല, ഒരു വചനം ഉള്ളിലേക്ക് വരുന്നുണ്ട്. അവൻ്റെ പൂർണ്ണതയാൽ നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ കണ്ടെത്തിയിരിക്കുന്ന ഒരു വചനം ഏറ്റുപറഞ്ഞ് അത് മാത്രം പറഞ്ഞ് അവൾ അങ്ങ് വരെ ഹോസ്പിറ്റലിൽ വരെ ചെന്നു. പക്ഷെ അവിടെ വെൻറ്റിലേറ്ററിലേക്ക് അഡ്മിറ്റാക്കി. അവർ പെട്ടെന്നെല്ലാം ഇതെല്ലാം ചെയ്തു. പക്ഷേ ഒന്നും പറയാൻ പറ്റത്തില്ല. പിറ്റേ ദിവസം രാവിലെ ഞാൻ വെളുപ്പിനെ ഫോൺ ചെയ്യുമ്പോഴത്തേക്കിനും ചേച്ചി പറഞ്ഞു, ഡോക്ടർമാർ പറയുന്നത് ന്യൂമോണിയ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ന്യൂമോണിയയും കൂടെ സ്റ്റാർട്ട് ചെയ്ത് ഈ കണ്ടീഷനിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണോ എന്ന് ഞാൻ ഓർത്തു. വീണ്ടും ഞാൻ പള്ളിയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് അന്ന് ഞാൻ ശരിക്കും കരഞ്ഞു പോയി. അമ്മ അത്രയും നാളും അമ്മ പ്രാർത്ഥനയിലായിരുന്നു. ഞാൻ ഒത്തിരിയേറെ അമ്മയോട് പറഞ്ഞു, അമ്മ കരയുമ്പോൾ എൻ്റെ അടുക്കൽ അമ്മ വരണ്ട, വെൻറ്റിലേറ്ററിലായിരിക്കും ആ സ്ഥലത്ത് അവിടെ പോയി അമ്മ എൻ്റെ അമ്മയുടെ അടുത്തൊന്ന് പോയാൽ മതിയെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് ചേച്ചി പറഞ്ഞു, വെൻറ്റിലേറ്ററിൻ്റെ അളവ് കുറയ്ക്കാൻ നോക്കുന്നുണ്ട്, അമ്മയ്ക്ക് നല്ല റിയാക്ട് ചെയ്യുന്നുണ്ട്, തിരിച്ച് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പെട്ടെന്ന് അന്ന് തന്നെ വെൻറ്റിലേറ്ററിന് വൈകുന്നേരം ആയപ്പോഴത്തേക്കിന് വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റാനുള്ള ഇത് നടത്തി. പിന്നെ ബൈപ്പാപ്പ് മെഷീനിലേക്ക് മാറ്റി. ബൈപ്പാപ്പ് മെഷീൻ ഒരു ദിവസം കഴിഞ്ഞ് വീണ്ടും അവിടുന്ന് മാറ്റി ICUവിൽ എല്ലാം പെട്ടെന്നായിരുന്നു. ഞാൻ അമ്മയോട് അന്ന് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടുണ്ട്, അമ്മ ഇങ്ങനെ കണ്ടീഷൻ തുടർന്ന് പോകരുത്, ഞങ്ങളുടെ സാമ്പത്തിക അവസ്ഥയല്ല, ഞങ്ങൾക്ക് പോകാനും വരുവാനും അസൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലുമാണ്, എല്ലാം അമ്മയ്ക്ക് അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് 2-3 ദിവസത്തിനുള്ളിൽ എല്ലാം വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഞങ്ങൾക്ക് പക്ഷേ ധൈര്യമില്ല, അമ്മയുടെ കണ്ടീഷൻ കാണുമ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് എങ്ങോട്ട് കൊണ്ടുപോകണം, വീട്ടിൽ കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. അപ്പം ആ ധൈര്യമില്ലാത്ത അവസ്ഥയിൽ വാർഡിൽ ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മയെ ഞങ്ങൾ മാതാവിൻ്റെ കരങ്ങളിലോട്ട് കൊടുത്ത പോലെ ആ ഡോക്ടർ ഇങ്ങോട്ട് പറയുമോ, നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിലോട്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്, അവിടോട്ട് കൊണ്ടുവരാനുള്ള കണ്ടീഷൻ അല്ലെന്നറിയാം, എങ്കിലും അങ്ങനെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ നമുക്ക് ഡയറക്റ്റ് നോക്കുമ്പോൾ അമ്മയുടെ കണ്ടീഷൻ അപ്പോഴും സീരിയസ് ആയിട്ട് തന്നെ നിൽക്കുക. നല്ല സൗകര്യമുള്ള ഹോസ്പിറ്റൽ അല്ലാതെ ഒന്നും റെക്കമെൻഡ് ചെയ്യും. ഞങ്ങൾ പലതും അന്വേഷിച്ചെങ്കിൽ അവിടെ ഒന്നും അവർ പറയുന്നില്ല കൊണ്ടുവരാൻ. പിന്നെ വൈകുന്നേരം വന്നപ്പോൾ വീണ്ടും ഡോക്ടർ ഇങ്ങോട്ട് പിന്നെയും ഫോഴ്സ് ചെയ്ത് ചോദിക്കുമോ, നിങ്ങൾ കൊണ്ടുപോകുന്നില്ലേ എന്ന്. അപ്പോൾ താലൂക്ക് ആശുപത്രി, ഗവൺമെൻറ് ആശുപത്രി ആയാലും മതി, ഈ മെഷീൻ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി. ഞാൻ ആഗ്രഹിച്ച ആ ഹോസ്പിറ്റലിലോട്ട് തന്നെ ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുക. അപ്പം ഞങ്ങൾക്ക് അതാണ് സൗകര്യം. അമ്മ അവിടെ നേരത്തെയൊക്കെ ചെക്കപ്പിനെല്ലാം കൊണ്ടുപോകുന്നതാണ്. അവിടെ ഇപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നോക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നു. ബൈപ്പാപ്പ് മെഷീൻ വീട്ടിലൊക്കെ വരേണ്ടി വരുമെന്നും ഡോക്ടർമാർ പറഞ്ഞിരുന്നു. പക്ഷേ ആ ഡോക്ടർ പറഞ്ഞു, ഇപ്പം നിങ്ങൾ മേടിക്കാൻ നിൽക്കുക, ഇപ്പോൾ റെൻറ്റിന് ഞാൻ പറഞ്ഞുതരാം, ഇങ്ങോട്ടെല്ലാം പറഞ്ഞു തന്ന് ഈ ഹോസ്പിറ്റലിലോട്ട് ഡോക്ടർ തന്നെ ഷിഫ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അവിടെ വന്നു പെട്ടെന്നെല്ലാം കുറച്ച് ആൻറ്റിബയോട്ടിക്കും അതുമെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് ഡിസ്ചാർജായി. ഇപ്പോൾ അമ്മ ഒരു മാസത്തിലേറെയായി ബൈപ്പാപ്പ് മെഷീനും ഉപയോഗിക്കുന്നില്ല, ഓക്സിജൻ മെഷീനിലും അമ്മ ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ഓക്സിജൻ ലെവൽ അമ്മ 95, 96, 7 വരുന്ന ഒരു ഓക്സിജൻ ലെവലിൽ ഇപ്പോൾ അമ്മ നിൽക്കുന്നുണ്ട്. അന്ന് ഞാൻ അമ്മയും കൂട്ടിക്കൊണ്ടൊന്ന് വരണമെന്ന് ആഗ്രഹിച്ച സമയത്താണ് അമ്മ ഇങ്ങനെ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരിക്കുന്നത്. ഇന്നിപ്പോൾ ഇവിടെ എത്താൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അമ്മയ്ക്ക് നൽകിയ പൂർണ്ണമായിട്ടും ഞങ്ങളിത് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് അമ്മയ്ക്ക് വചനം ആംബുലൻസിൽ വെച്ച് കൊടുത്ത ആ വചനം സ്ഥിരീകരിക്കുന്ന ഒരു സംഭവം കൂടെ ചേട്ടനും കൂടെ അനുഭവപ്പെട്ട്. അതായത് അവരുടെ വീട്ടിൽ ഒരു മനുഷ്യൻ വലിയ 5-6 കൊന്തകൾ, അതായത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന പോലെ ഒരു മനുഷ്യനെ പോലെ തോന്നിച്ചു. ആ മനുഷ്യൻ കയറി വന്നപ്പോൾ 5-6 കൊന്തകളുണ്ട്. ഈ കൊന്ത കണ്ടുകൊണ്ട് അവർ വീട്ടിലോട്ട് കയറാൻ അനുവദിച്ചു. അല്ലാത്ത ഇങ്ങനെ വരുന്ന ആൾക്കാരെ ഒന്നും അനുവദിക്കാറില്ല. അപ്പം അകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ കുറിയൊക്കെ തൊട്ടിട്ടുണ്ട്, കാവ്യ വസ്ത്രം പോലെയൊക്കെ. അപ്പം ആ മനുഷ്യൻ ഒരു വചനപ്പെട്ടിയിൽ നിന്ന് കൊടുത്ത എടുക്കാൻ പറഞ്ഞ ഒരു വചനവും ഈ സെയിം വചനം തന്നെയായിരുന്നു. അപ്പം അമ്മയുടെ ഒരു വലിയ ഇതിനകത്തുണ്ടായിരുന്നെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പം അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ വെച്ചിരുന്ന ഒരു നിയോഗം ചേട്ടൻ്റെ ജോലി എന്നല്ല, ചേച്ചിയുടെയൊക്കെ കുടുംബത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയൊക്കെ വെച്ചിരുന്നു. അപ്പം ഉടമ്പടി പുതുക്കി പിറ്റേ ദിവസം തന്നെ ചേട്ടൻ്റെ ഒരു ജോലിക്ക് പെട്ടെന്ന് ചേട്ടനെ വിളിക്കുകയും അതിൽ അമ്മ അനുഗ്രഹിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ആ ഉടമ്പടി പുതുക്കുന്ന സമയത്ത് എൻ്റെ കുഞ്ഞിന് പല്ലുവേദനയായിട്ട് എപ്പോഴും കരച്ചില്ല, രാത്രി മുഴുവനും കരച്ചിലൊക്കെ. അപ്പം എനിക്കത് ഭയങ്കര അസ്വസ്ഥതയാണ്. ഞാൻ അത് നിയോഗത്തിൽ വെച്ചിരുന്നു. അപ്പം ഞാൻ പുതുക്കി കഴിഞ്ഞ്
ചെന്നപ്പോഴും ഈ വേദന കൊണ്ട് കരച്ചിലുണ്ട് അവൾ. ഞാൻ ആ പല്ലിൽ ഉടമ്പടി തൈലം തേച്ച് രണ്ട് ദിവസം കരഞ്ഞു, ആ 2 ദിവസം പുരട്ടി. പിന്നെ അവൾ പിന്നെ ആ പല്ലുവേദന പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഇതുവരെ. അമ്മേ, എന്നെ ഈ അൾത്താരയിൽ സാക്ഷിയാക്കി എൻ്റെ കുടുംബത്തിനെ മാറ്റിയതിന് അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി പറഞ്ഞു. എൻ്റെ ആത്മീയ ജീവിതമാണ് ഏറ്റവും വലിയ എനിക്ക് അത്ഭുതം. ഈ ഭൗതിക ഇതിനേക്കാളും ഞാൻ അത്ഭുതത്തോടെ കാണുന്നത് ആത്മീയമായ ഇമ്പ്രൂവ്മെൻ്റാണ്. കാരണം ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കിന് ഒരു ഫോം ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു, എന്തൊക്കെ ചെയ്യുന്നെന്നുള്ള. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ധരിച്ചെങ്കിലും ആ ഫോം ഫില്ല് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനൊന്നും അല്ലെന്നുള്ളത്. ഈശോയുടെ മുന്നിൽ എനിക്ക് പറയാനായിട്ട് അതിനകത്ത് 0 പോയിൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പലതിനും മിനിമം പോയിൻ്റ് കൊടുത്ത് നിൽക്കേണ്ടി വന്നു. ഞാൻ ഓർത്ത് ഇതാണോ ഞാൻ ഇത്രയും നാളുമായിട്ട് ചിന്തിച്ചിട്ടുള്ള ജീവിച്ചിട്ടുള്ള ഒരു ക്രിസ്ത്യത്വം എന്ന് ഞാൻ ഓർത്തു. അപ്പം ഇതെനിക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ എല്ലാത്തിനും അന്ന് മിനിമം പോയിൻ്റാണ് കൊടുത്തിരുന്നെങ്കിൽ അന്ന് മുതൽ ഇന്ന് വരെ 90 ദിവസം കൊണ്ട് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റിയിട്ടില്ല. 8:30-ക്കുള്ളിൽ എനിക്ക് ജോലിക്ക് പോകേണ്ട ഞാൻ കുട്ടികളുടെ കാര്യം നോക്കി എല്ലാ ദിവസവും ദിവ്യബലിക്ക് പോകുന്ന കാര്യം എനിക്ക് ഓർക്കാൻ പറ്റുന്നതല്ല. അതിനെന്നെ അമ്മ അനുഗ്രഹിച്ചു. കുമ്പസാരിക്കുന്ന വിശേഷ ദിവസങ്ങളിൽ മാത്രം കുമ്പസാരിച്ചുകൊണ്ടിരുന്ന ഞാൻ ഈ മാസത്തിൽ 1ഉം 2ഉം ഒക്കെ കുമ്പസാരിക്കാൻ എന്നെ അനുവദിച്ചിട്ടുണ്ട്. എന്നിലേക്ക് മാത്രം ഞാൻ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്ന ഞാൻ മറ്റുള്ളവരിലേക്ക് ഇപ്പോൾ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്നെക്കൊണ്ട് അവർക്ക് എന്താ ആവശ്യം, അല്ല അവർക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന, അതൊക്കെ ഞാൻ ഇപ്പോൾ ചിന്തിക്കാൻ തുടങ്ങിയത്. അങ്ങനെ എൻ്റെ ആത്മീയമായ ജീവിതത്തിൽ എനിക്കെന്നും ഈശോയോടും തിരുക്കുമാരനോടും ചേർന്ന് നിൽക്കണം. അത് മാത്രം ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു. ആ ഒരു സന്തോഷം എപ്പോഴും നിലനിർത്താൻ പ്രേക്ഷിത പ്രവർത്തന പത്രം അമ്മയോട് ചോദിച്ചാൽ എവിടെയാണ് ഞാൻ കൊടുക്കേണ്ടതെന്ന് അമ്മ തോന്നിപ്പിക്കുന്ന സ്ഥലങ്ങൾ, അത് ഹോസ്പിറ്റലിലെ പൊതു സ്ഥലങ്ങളിൽ എവിടെയാണെന്ന് വെച്ചാൽ അവിടെയാണ് ഞാൻ കൊടുത്ത് പ്രേക്ഷിത പ്രവർത്തനത്തിനായി